പുനർനിർമ്മിച്ചിട്ടുള്ള ഒരു വിമാനം ഉപയോഗിച്ചാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളൊരു വിമാനത്തിൽ ഇരിക്കുന്ന അതേ സീറ്റുകൾ, അതേ ലൈറ്റിംഗ് കംഫർട്ടുകൾ, അതേ ഇൻറ്റീരിയറുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഒരു ഇൻഫ്ലൈറ്റിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഒരു അനുഭവത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുവാനും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനും സാധിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലെ ബെന്നാർഘട്ടയിലെ ടൈഗർ എയറോ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു എയർപ്ലെയിൻ മോഡലിലെ റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. അതിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ കയറി വരുന്ന സമയത്തിന് ഇടത് ഭാഗത്ത് ഫസ്റ്റ് ടൈം ഒക്കെ ഹോട്ടലായിരുന്നു. സോ ഇപ്പോൾ അത് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലോട്ട്, ഈ എയറോപ്ലെയിൻ്റെ ബാക്ക് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഏകദേശം ഒരു വ്യക്തിക്ക് 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഗൈസ്, ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു എയറോപ്ലെയിൻ്റെ താഴെ എങ്ങനെയാണ് നിൽക്കുന്നത് അതേ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവഴി ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ഔട്ടിങ്ങും അതുപോലെ തന്നെ എൻട്രാവലെന്നും ഈ ഒരു പോർഷൻ വഴി മുകളിലോട്ട് കയറുക, അതുപോലെ തന്നെ അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങുക. ഈ ഒരു രീതിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോർഡിംഗ് പാസ് വേണം. ബോർഡിംഗ് പാസിന് ഒരു വ്യക്തിക്ക് 100 രൂപയാണ് കേട്ടോ വരുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു ഓഫീസ് ഒരു ഹെയർ ഹോസ്റ്റേഴ്സ് നമ്മളെ എയറോപ്ലെയിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്ന ആ ഒരു മൈക്കിലുള്ള സംസാരം പോലെയുള്ള രീതിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ എനിക്കിവിടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇൻഫ്ലുവൻസ് ആൾസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു ബോർഡിംഗ് പാസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഒരു ഒരു ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എങ്ങനെയാണോ ആ ഒരു എക്സ്പീരിയൻസ് ആണ് മൊത്തത്തിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ മൊത്തം നൽകുന്നത്. ബോർഡിംഗ് പാസ് അടക്കം ആ ഒരു രീതിയാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു വ്യൂ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പതാക കണ്ട സമയത്ത് ഞാൻ ജർമ്മനിയുടെ പതാകയാണ് വിചാരിച്ചു പോയത്. സോ അല്ല, ഇത് കർണാടക സ്റ്റേറ്റിൻ്റെ ഫ്ലാഗ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലെയിൻമേൽ, അതായത് എയറോപ്ലെയിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് സ്റ്റാറ്റു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഓണർ. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിപ്പോൾ ഡയറക്റ്റ്, അതായത് ഈ ഒരു എയറോപ്ലെയിൻ്റെ വലത് ഭാഗത്തിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെയാണ് ഷോപ്പുകളുള്ളത്. ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹോട്ടൽസുകൾ. അതായത് നമ്മൾ എയറോപ്ലെയിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണങ്ങൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് അത് പാചകം ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് അവർ വെയിറ്റേഴ്സ് അവിടേക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ടൈഗർ ഗുംബാഡ് ടിക്കറ്റ് കൗണ്ടർ ടൈഗർ എയർ റെസ്റ്റോറൻറ്റ്. അതാണ് ഈ ഒരു ബോർഡിൻ്റെ ഇടത് ഭാഗത്തുള്ളത്. വലത് ഭാഗത്ത് റെസ്റ്റ് റൂം, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് ഈ ഒരു ഭാഗത്ത് വലത് ഭാഗത്താണ് നമ്മുടെ പാചകം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ എയറോപ്ലെയിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഓർഡേഴ്സുകളൊക്കെ ഇവിടെ നിന്ന് അവർ പാചകം ചെയ്ത് ഏതാണോ ഫുഡ് അതിനനുസരിച്ചുള്ള ഫുഡുകൾ വാങ്ങിയിട്ട് നേരെ നമ്മളുടെ ഈ പിൻഭാഗത്തിലൂടെ നമ്മളുടെ ഇതുപോലെയുള്ള നമ്മുടെ എയറോപ്ലെയിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന, അത് അവർക്ക് മാത്രം അലോഡ് ആയിട്ടുള്ളതാണ്. പാസഞ്ചേഴ്സിന്, അതായത് പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ കയറുന്ന ആളുകൾക്ക് ഇതിലൂടെ കയറാൻ സാധ്യമല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വിശാലമായിട്ട് തന്നെയാണ് കേട്ടോ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഓണറെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതി വെച്ചത് കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ജേണി എന്ന് പറയുന്നത് ഒരു പേപ്പർ പ്ലെയിനിൽ നിന്ന് ആരംഭിച്ചു. ഇപ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള ഒരു പ്ലെയിനിലേക്ക് എത്തി. ഇനിയും അദ്ദേഹം യാത്ര തുടരണം എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ ബോർഡിൽ എഴുതി വെച്ചത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നിരവധി ഭാഗത്ത് ഈ ഒരു ഓണറുടെ ഇതുപോലെയുള്ള വലിയ വലിയ ഫ്ലെക്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചിൽഡ്രൻസ് ആണെന്നെങ്കിൽ ഇവിടെ ഗെയിമിംഗ് ഏരിയ ഇവിടെയുണ്ട്. ചെറിയൊരു ഗാർഡനും ഗെയിമിംഗ് ഏരിയകളും ഈ ഒരു ഭാഗത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ ലഭിക്കാനുള്ള ഒരു പ്ലേസിൽ തന്നെയാണ് ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് എയറോപ്ലെയിൻ്റെ ഉള്ളിലല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈനിങ് സെറ്റപ്പിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫീലിങ്ങിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താം. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എയറോപ്ലെയിനിലേക്ക് കയറുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുഡിനൊക്കെ സെയിം റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബട്ട് നമുക്ക് ആ ഒരു എയറോപ്ലെയിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക്
100 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വിശാലമായിട്ടാണ് കേട്ടോ, അതായത് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 200 മീറ്റേഴ്സോളം ഈ ഒരു ടേബിൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഫെസിലിറ്റികളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടേബിൾസിലും മെനു കാർഡുകൾ അങ്ങനെ തുടങ്ങിയ മറ്റൊരു ഫീലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. അതും കുറച്ച് ഉയരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഡൗണിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെയും എയർ ഹോസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എയറോപ്ലെയിൻ്റെ ഉള്ളിലേക്കും കയറി നോക്കാം. ഇവിടെ ഈ ഒരു മെനുവിൽ നോക്കുന്ന സമയത്ത് തന്നെ ഫുഡിനൊക്കെ അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലാണ്, സ്വാഭാവികമാണ്. കാരണം ആ ഒരു ആംബിയൻസിനാണ്, അല്ലെങ്കിൽ ആ ഒരു വൈബിനാണ് ഈ എമൗണ്ട് എന്ന് പറയുന്നത്, ഫുഡിനല്ല. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ മെനു കാർഡ് കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് നേരെ നമ്മുടെ ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ എയറോപ്ലെയിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു എയറോപ്ലെയിൻ്റെ ഉള്ളിലുള്ള അതേ ഒരു സെറ്റപ്പ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ എയറോപ്ലെയിൻ്റെ നമ്മളെ ബോർഡിംഗ് പോയിന്റിൽ, അതായത് എൻട്രി ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ 2 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒറ്റ ബോർഡിംഗ് പാസ്സാണ് ലഭിച്ചിട്ടുള്ളത്. ഫ്രീ ആയിട്ട് തന്നെ ലഭിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനിപ്പം ഈ ഒരു സ്റ്റേഴ്സിലൂടെ മുകളിലോട്ട് നമ്മൾ കയറുക. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഞാനിപ്പം ഇവിടെ എത്തി മുകളിലോട്ട്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ എയറോസ്റ്റേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് കൊടുത്തു, നമ്മളിതിലേക്ക് എൻ്റർ ആയത് ഫസ്റ്റ് തന്നെ നമുക്കിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ഫീലിംഗ് ആണ്. ഒരു വിൻഡോ ഗ്ലാസ്സുകൾ സൈഡിലായിട്ട്, അതുപോലെ തന്നെ ഈ ഒരു ക്യാബിനിൽ ഡ്രൈവേഴ്സിൻ്റെയും കോ പൈലറ്റിൻ്റെയും സീറ്റുകൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടൊരു ലുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേ ഒരു സീറ്റ് കംഫർട്ട്, അതുപോലെ തന്നെ ഒരുപാട് ഡൈനിങ് ഏരിയകൾ, ടേബിളുകൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു ഏരിയ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഏരിയ ആണ്. പിന്നീട് ഞാൻ പറഞ്ഞു, ഈ ഒരു ഭാഗത്തിലൂടെയാണ് ഫുഡ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും ഈ ഒരു ഏരിയയിലൂടെയാണ്. ഈ ഒരു ടൈഗർ എയറോ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് ബന്നാർഘട്ട റോഡിൽ, അതായത് നിങ്ങളെ ബാംഗ്ലൂരിൽ നിന്ന് ബന്നാർഘട്ടയിലേക്ക് വരുന്ന സമയത്ത് AMC കോളേജ് ഉണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെയാണ് നിങ്ങൾക്ക് ഇടത് ഭാഗത്തായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഇതൊരു പുനർനിർമ്മിച്ചിട്ടുള്ള ഒരു വിമാനം ഉപയോഗിച്ചാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളൊരു വിമാനത്തിൽ ഇരിക്കുന്ന അതേ സീറ്റുകൾ, അതേ ലൈറ്റിംഗ് കംഫർട്ടുകൾ, അതേ ഇൻറ്റീരിയറുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു ഇൻഫ്ലൈറ്റിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഒരു അനുഭവത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുവാനും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനും സാധിക്കുന്നത്. ഇതിൻ്റെ ലൈറ്റിങ്, ഇൻറ്റീരിയർ ഒരു യഥാർത്ഥ വിമാനത്തിന് സമാനമായ രീതിയിലാണ് ഇരിപ്പിടങ്ങൾ എന്നിവയുള്ള ഒരു ഫ്ലൈറ്റ് ക്യാബിൻ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത് അന്തരീക്ഷത്തിൽ നമുക്കിങ്ങനെ നോക്കിയാൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് അതേ അനുഭവമാണ്. നമ്മൾ ഇങ്ങനെ വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് എയർ ഹോസ്റ്റേഴ്സ് ഉണ്ടാകും, നമ്മുടെ ടിക്കറ്റ് ഉണ്ട്. ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിമാനത്തിനുള്ളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഈ ഒരു ഫുഡ് സപ്ലൈ ചെയ്യുന്ന വെയിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന എയർ ഹോസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഫുഡുകൾ എന്ന് പറയുന്നത് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ബിരിയാണി, ചൈനീസ് ഫുഡുകൾ, അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫുഡുകൾ, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഓപ്ഷനുകൾ ലഭ്യമാണ് ഈ ടൈഗർ എയർ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം എല്ലാവർക്കും കംഫർട്ടായിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നീട് അത്യാവശ്യം ഈ ഒരു ഫെസിലിറ്റിയിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മറ്റുള്ള ചില നോർമലായിട്ടുള്ള ഹോട്ടലുകളിൽ ലഭിക്കുന്നതിനേക്കാൾ കുറച്ചൊരു എമൗണ്ട് ഇൻക്രീസ് ആകുന്നതായിരിക്കും. അത്രമാത്രമുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവരാണെങ്കിൽ, അതായത് ടൂറിസം ആസ്വദിക്കാൻ വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 ടൈമെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ, എക്സ്പീരിയൻസ് ചെയ്യുക. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.